ഇന്ന് പഞ്ഞി പോലിരിക്കുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പഞ്ഞി പോലിരിക്കുന്നതിന് പറയുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം ഈ അപ്പം പുറത്തിരുന്ന് കഴിഞ്ഞാലും കട്ടിയായി പോകത്തില്ല. ചില അപ്പമൊക്കെ നമ്മൾ ചുടുന്ന സമയത്ത് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കട്ടിയായി പോകുമല്ലോ, അതങ്ങനെ വരത്തില്ല. ഇനി ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടി 2 ഗ്ലാസ് പച്ചരി, നല്ല ഇനം പച്ചരി തന്നെ, ഒരു 7-8 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് 4-5 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് അടച്ചു വയ്ക്കുക. ഇനി നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കരിക്കിൻ വെള്ളത്തിലുമാണ് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ അപ്പം തയ്യാറാക്കുമ്പോൾ തേങ്ങ വെള്ളമൊക്കെ അല്ലേ ചേർക്കുന്നത്. അന്നേരം നമുക്കിന്ന് കരിക്കും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്ക് അപ്പം ഒന്ന് ചുട്ടു നോക്കാം, എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് അരി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. ഈ അരച്ചെടുക്കാനായിട്ട് നമ്മൾ കരിക്കും വെള്ളമാണ് ചേർക്കുന്നത്. കരിക്കും വെള്ളം തികഞ്ഞില്ലെങ്കിൽ മാത്രം കുറച്ച് സാധാരണ വെള്ളവും കൂടെ ചേർത്താൽ മതി. അന്നേരം കരിക്കും വെള്ളമൊക്കെ കുറച്ചൊന്നുകൂടെ ഒന്ന് തണുപ്പിച്ചൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചൊന്ന് ചേർക്കുക. ഇനി ഇതിനകത്ത് 1 പിടി ചോറും 1 ടീസ്പൂൺ പഞ്ചസാരയും കരിക്കും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൈ കൊണ്ടോ നമുക്ക് സ്പൂൺ കൊണ്ടോ ഇതേപോലെ കലക്കി വയ്ക്കാം. ഒരുപാടങ്ങ് കട്ടിയുമാകരുത്, ഒരുപാടങ്ങ് ലൂസും ആകരുത്. ആ ഒരു ഇടപ്പരുവത്തിൽ വേണം നിങ്ങൾ ഇതേപോലെ കലക്കി അടച്ചു വയ്ക്കാൻ. നേരെ രാവിലെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല പത പോലിരിക്കും ഈ മാവ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത്. ആദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്പച്ചട്ടിയിൽ എണ്ണ തേച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുക. അരികൊക്കെ മൊരിഞ്ഞ രീതിയിലാണ് ആദ്യം ഒന്ന് ചുട്ടെടുത്ത് നോക്കിയത്. അപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അരികൊക്കെ മൊരിഞ്ഞ് അടുക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്ന് അതായത് അങ്ങനെ ചുട്ടെടുത്ത് പിന്നെ നമ്മൾ രണ്ടാമത് പിന്നെ ചുട്ടെടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് അപ്പം ചുട്ടെടുത്തത്. നേരം രണ്ടും നല്ല പോലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഞ്ഞി പോലത്തെ അപ്പം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ചിലർക്കൊക്കെ അപ്പം ചുട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറയും. അങ്ങനെ ഉള്ളവർ ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ അപ്പം ചുട്ടെടുക്കാം. അന്നേരം ഇനി ഈസ്റ്ററൊക്കെ വരികയല്ലേ, അന്നേരം ഈസ്റ്ററൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ തയ്യാറാക്കി നോക്കാം. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമേ ഉള്ളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.